ഇത് വോൾട്ട് മീറ്റർ, ഇത് അമ്മീറ്റർ, പിന്നെ ഇത് DC നോബാണ് കണക്ഷൻസ്. പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻ ചെയ്യാം. അതിപ്പം തിരിഞ്ഞ് പോയാലും കുഴപ്പമില്ല. ആനോഡ് കാഥോഡ് നമ്മൾ ലൈറ്റ് സോഴ്സുമായിട്ട് ആനോഡ് റെഡ് കളറ്, കാഥോഡ് ബ്ലാക്ക് നമ്മൾ സർക്യൂട്ടുമായിട്ട് കണക്ഷൻ ചെയ്യാം. സർക്യൂട്ട് ഓൺ ചെയ്യാം. ഇതാണ് നമ്മളുടെ ലൈറ്റ് സോഴ്സ്. അത് ഇവിടെ DC വോൾട്ട് മീറ്റർ 0 ആവുന്ന കാര്യത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ 0 ആകും. ഇവിടെ കളറൊക്കെ കാണിച്ചു. ഇതാണ് നമ്മൾ കളേഴ്സ്. ഓരോ കളേഴ്സ് നമ്മൾ ലൈറ്റ് സോഴ്സിൽ ഇടാണ് ചെയ്യുന്നത്. ഇനി കളർ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ അമ്മീറ്റർ റീഡിങ് 0ലേക്ക് എത്തുന്ന തരത്തിൽ ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്യുക. അന്നേരം വോൾട്ട് മീറ്ററിൽ കിട്ടുന്ന റീഡിംഗ് ആയിരിക്കും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ളത്. ഈ നോബ് അഡ്ജസ്റ്റ് 0 കിട്ടില്ല, 0ൻ്റെ അടുത്തുള്ള വാല്യൂസ് വരുമ്പോഴുള്ള വോൾട്ട് മീറ്റർ റീഡിംഗ് നമ്മൾ കിട്ടും. ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അമ്മീറ്റർ റീഡിങ് 0 ആക്കുന്നു. ആ ഒരു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് വോൾട്ട് മീറ്ററിൽ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് 0 നമുക്ക് കിട്ടും. യെസ്, 0.02 ചെയ്ത് കഴിഞ്ഞാൽ ഈ DC നോബ് തിരിച്ച് 0ലേക്ക് ആക്കാൻ മറന്നു പോകും. എന്നിട്ട് നെക്സ്റ്റ് കളർ ഇടുക, ഗ്രീൻ. എന്നിട്ട് നോബ് മാറ്റി അതിൻ്റെ അമ്മീറ്റർ റീഡിങ് 0 ആക്കണം. ആ ഒരു വാല്യൂ ആണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഈ അമ്മീറ്റർ വാല്യൂ, ഈ വോൾട്ട് മീറ്റർ വാല്യൂ. ഫൈനലി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും പിന്നെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വേവ് ലെങ്ത്തും എടുക്കുക. ഓരോ കളറിൻ്റെ അതിൻ്റെ ഫ്രീക്വൻസി കാണുക. എന്നിട്ട് അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഇൻറ്റു E ആണ് നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നത്.